പരിശുദ്ധമായ മുഹറം മാസത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മുടെ ഹൃദയാന്തരത്തിൽ നമ്മൾ കൊണ്ടു നടക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, ഓരോ കാലഘട്ടങ്ങൾക്കനുസരിച്ച് അന്ന് നടന്നിരുന്ന ഒരുപാട് അത്ഭുതങ്ങൾ ആസ്പദമാക്കിക്കൊണ്ട്, ഒരുപാട് അത്ഭുതങ്ങളെ കണ്ടുകൊണ്ട് ഓരോ കാലഘട്ടത്തിലും അവരുടേതായിട്ടുള്ള രീതിക്ക് അവിടുന്ന് വർഷങ്ങളെ കണക്കാക്കുമായിരുന്നെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് അയച്ചപ്പോൾ ആ സമയം കണക്കിലെടുത്തുകൊണ്ട് ആ ഒരു സമയം മുതൽ അന്ന് ആ കാലഘട്ടത്തിലെ ആളുകൾ അവിടെ നിന്ന് ഒരു വർഷത്തെ അവർ കണ്ടെത്തിയിരുന്നു, അവർ കണക്കാക്കിയിരുന്നു. എന്നാൽ അതേപോലെ തന്നെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ ഉണ്ടായ പ്രളയമനുസരിച്ച് ആ കാലഘട്ടത്തിൽ ജനങ്ങൾ വർഷങ്ങളെ കണക്കാക്കുമായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പടച്ചുറപ്പെ ആ ഭയാനകമായ തീകുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ എറിയുന്ന ആ ഒരു സംഭവം എല്ലാവർക്കും സുപരിചിതമാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. ആ ഒരു സംഭവത്തെ ആസ്പദമാക്കിക്കൊണ്ട് ആ കാലഘട്ടത്തിലെ ജനങ്ങൾ അവിടെ നിന്നും വർഷങ്ങളെ കണക്കാക്കുമായിരുന്നു. അതേപോലെ തന്നെ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള സംഭവത്തിൽ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചെങ്കടൽ പിളർത്തിയ ആ സംഭവത്തിൽ, അതേപോലെ തന്നെ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അധികാരത്തിലെ രാജാധികാരത്തിന്റെ കാര്യത്തിൽ, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ, അതേപോലെ തന്നെ അവിടുത്തെ കാലഘട്ടത്തിൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ, അതേപോലെ തന്നെ ജനനം മുതൽ ആ ക്രിസ്തു വർഷം ഇന്നും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതാ എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ഹിജ്റ വർഷം നമ്മൾ കണക്കാക്കുന്നത്, നമുക്കെല്ലാവർക്കും അറിയാം, ചന്ദ്രന്റെ സഞ്ചാരത്തെ അടിസ്ഥാനപ്പെടുത്തിയാണല്ലോ എന്റെ പ്രിയമുള്ളവരെ ഹിജ്റ വർഷം നമ്മൾ കണക്കാക്കുന്നത്. ആ ഹിജ്റ വർഷം നമ്മൾ തുടങ്ങുന്നത്, എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹുവേ ഓരോ കാലഘട്ടത്തിലും അവർ അവരുടേതായ രീതികളിൽ ഓരോ സംഭവങ്ങൾ, അത്ഭുതങ്ങൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് അവർ എന്റെ പ്രിയമുള്ളവരെ വർഷങ്ങളെ, സമയങ്ങളെ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്കും ഹിജ്റ പോയ ആ സംഭവത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ആ ഹിജ്റയുടെ കലണ്ടർ ഇന്ന് നമ്മൾ ഇതാ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് കണക്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിലാണ്, ആ ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ ഹിജ്റ വർഷം നമ്മൾ കണക്കാക്കുന്നത്, നമ്മൾ ചന്ദ്രവർഷ പ്രകാരമുള്ള കണക്കാക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ഇന്നിതാ ആ വർഷം 1445 നിന്ന് 1446 എന്റെ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ കടക്കുന്നത്. പരിശുദ്ധമായ ഹിജ്റ വർഷം നമുക്കറിയാം, അല്ലാഹുവേ നമ്മളെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ എന്ത് തന്നെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും ഇന്ന് ഹിജ്റ വർഷ പ്രകാരം, കലണ്ടർ പ്രകാരമാണ് ഓരോ മുസ്ലിമാനും അവന്റെ ഓരോ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദുൽഹിജ്ജ മാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ, ഒരു മുഹറം മാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ, ഇന്ന് നമുക്കറിയാം, കഴിഞ്ഞു പോയ ഓരോ ദിനങ്ങളിൽ ഒരുപാട് ഉസ്താദന്മാരെ നമുക്ക് ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്. ഇന്നും പല ഉസ്താദന്മാരുടെ ക്ലാസ്സുകൾ നമ്മളെല്ലാവരും കേൾക്കുന്നവരാണ്. പടച്ചുറപ്പേ, ആ ക്ലാസ്സുകളിലൊക്കെ ദുൽഹിജ്ജ മാസത്തിന്റെ അവസാനത്തിൽ നോമ്പെടുത്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയ മഹത്വങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അല്ലാഹുവേ, ദുൽഹിജ്ജ മാസത്തിന്റെ അവസാന ദിവസത്തിലോ ആരെങ്കിലും നോമ്പെടുത്താൽ, അതേപോലെ തന്നെ പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ ആദ്യ ദിവസമുണ്ടല്ലോ, ആ ദിവസത്തിലും നമ്മൾ നോമ്പെടുത്ത അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നിന്ന് പറയുകയാണല്ലോ, മൻ സാമ ആഖിറ യൗമി ദുൽഹിജ്ജ, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിന്റെ അവസാന ദിനത്തിലോ ആരെങ്കിലും അവിടെ നിന്ന് നോമ്പെടുത്തു കഴിഞ്ഞാൽ, ആരെങ്കിലും അവിടെ നിന്ന് നോമ്പെടുത്താൽ, അവ്വല യൗമിൻ മിൻ മുഹറം, അതേപോലെ തന്നെ മുഹറം മാസം കടന്നു വരുമ്പോൾ
ആരെങ്കിലും അതിന്റെ ആ മുഹറം മാസത്തിന്റെ ആദ്യ ദിനത്തിലും ആരെങ്കിലും നോമ്പെടുത്തു കഴിഞ്ഞാൽ അത് അവിടുന്ന് പുന്നാര നബി തങ്ങൾ പറയുകയോ ഫഖദ് ഖതമ സനത്തൽ മാദിയ ഫഫ്തഹ സനത്തൽ മുസ്തഖബല അത് അവിടുന്ന് പരിശുദ്ധമായ ഒരു വർഷത്തിന്റെ അവസാനത്തിലും നോമ്പുകാരനാ അതേപോലെ തന്നെ ഒരു വർഷത്തിന്റെ തുടക്കത്തിലും നോമ്പുകാരനാവുകയാണോ അങ്ങനെ എങ്ങാനും ഒരാളുടെ ജീവിതത്തിലായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ് ജഅലഹുല്ലാഹു കഫാറത 50 സന അവന്റെ ജീവിതത്തിൽ ഏകദേശം 50 വർഷം അവന് ചെയ്തിട്ട് കൂട്ടിയ പാപങ്ങളുണ്ടല്ലോ ഇതെല്ലാം പുറത്തു തരുന്നവനാണ് അല്ലാഹ് ഇതെല്ലാം അല്ലാഹു പുറത്തു തരുമെന്നോ അതാ അവിടുന്ന് പടച്ച റബ്ബേ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ് അത്രത്തോളം മഹത്വമുണ്ട് ഈ 2 ദിവസത്തെ നോമ്പിനെന്നോ അതാ അവിടുന്ന് പുന്നാര നബി തങ്ങൾ പഠിപ്പിക്കുകയാണല്ലോ അല്ലാഹുവേ നമ്മളെല്ലാവരും പടച്ചു തമ്പുരാനോട് ഇരുകരങ്ങളും നീട്ടിയിട്ടോ അവിടുന്ന് ദുആ ചെയ്യുകയാണ് അല്ലാഹുവേ എന്റെ പാപങ്ങളോ നീ പുറത്തു തരണേ അല്ലാഹ് എന്റെ വിഷമങ്ങൾ മാറ്റി തരണേ അല്ലാഹ് എന്റെ പാപങ്ങൾ പുറത്തു തന്നിട്ട് വേണം നിന്റെ മുമ്പിലേക്ക് ഞങ്ങൾ കടന്നു വരാനോ നിന്നെ കണ്ടുമുട്ടുന്ന സമയത്തോ ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്തിട്ടോ എല്ലാ പാപക്കറകളും പുറത്തിട്ടോ പടച്ചുറപ്പേ ഒരു ഉമ്മ പ്രസവിച്ചൊരു കുഞ്ഞിനെ പോലെയാകണമെന്ന് വല്ലാത്ത ആഗ്രഹമാണ് റബ്ബേ എന്നവിടുന്ന് ഒരുപാട് ആളുകൾ പടച്ച റബ്ബിനോട് കരങ്ങൾ ഉയർത്തി ദുആ ചെയ്യുകയാ പാതിരാ സമയത്തിന്റെ നിശബ്ദതയിൽ നമ്മളെല്ലാവരും ഉണ്ടല്ലോ അല്ലാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് പടച്ചു തമ്പുരാനോട് ദുആ ചെയ്യുമ്പോ ചെയ്തു കൂട്ടിയ പാപങ്ങളെല്ലാം ഓർത്തിട്ടോ കണ്ടുകൂട്ടിയ പാപങ്ങളെല്ലാം മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടോ നമ്മളെല്ലാവരും അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുന്നവരാണല്ലോ ഇതാ പടച്ചു തമ്പുരാൻ നമുക്ക് അവസരം തന്നു പടച്ച റബ്ബേ ഇന്ന് നമ്മളടക്കമുള്ള ആളുകൾ ഒരുപാട് ആളുകൾ നോമ്പുകാരാണല്ലോ അതേപോലെ തന്നെ നാളെയും ചില ആളുകൾ നോമ്പെടുക്കുകയാണ് നമ്മളെല്ലാവരും നോമ്പിന് വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് അല്ലാഹുവേ പടച്ച റബ്ബേ ഇന്ന് നോമ്പെടുത്ത ആരൊക്കെയുണ്ടോ പടച്ച റബ്ബേ നാളെ നോമ്പെടുക്കുന്ന ആരൊക്കെയുണ്ടോ നീ വാഗ്ദാനം ചെയ്ത പരിശുദ്ധമായ മഹത്വമുണ്ടല്ലോ അത് നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ് ഒരിക്കലും നിന്ന് ഞങ്ങളിൽ നിന്ന് ആ മഹത്വത്തെ പ്രതിഫലത്തെ നീ എടുത്തു കളയല്ല അല്ലാഹ് എന്റെ പ്രിയമുള്ളവരെ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിന്റെ അവസാനത്തെ ദിനത്തിൽ ആരെങ്കിലും നോമ്പെടുത്താൽ അതേപോലെ തന്നെ പരിശുദ്ധമായ പുണ്യമായ മുഹറം മാസം അല്ലേ അപ്പൊ ഒരു വർഷത്തിന്റെ തുടക്കത്തിലും ഒരു വർഷത്തിന്റെ അവസാനത്തിലും ദുൽഹിജ്ജയിൽ അവസാന ദിവസം നോമ്പെടുത്താൽ ആ വർഷത്തിന്റെ അവസാനത്തെ ദിവസത്തിലെ നോമ്പ് കിട്ടി ഇനിയോ ഒരാൾ ഒരു വർഷത്തിന്റെ തുടക്കം മുഹറം 1 തന്നെ നോമ്പെടുത്താൽ അവർക്ക് അന്നത്തെ ആ ദിവസത്തെ ആ വർഷത്തിന്റെ തുടക്കത്തിലും കിട്ടി അങ്ങനെ നോമ്പെടുത്താൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ജഅലഹുല്ലാഹു കഫാറത 50 സന അല്ലാഹു തആല 50 വർഷത്തെ പാപങ്ങൾ അവനിക്ക് പുറത്തു കൊടുക്കുമെന്ന് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുക അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ അല്ലാഹു നമ്മുടെ നോമ്പുകളും നമ്മുടെ പ്രവർത്തനങ്ങളും അല്ലാഹു തആല സ്വീകരിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ എന്റെ പ്രിയമുള്ളവരെ ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം ഈ ഓരോ വർഷങ്ങൾ നമ്മിൽ നിന്ന് കടന്നു പോകാൻ ഓരോ ദിവസങ്ങൾ നമ്മിൽ നിന്ന് കടന്നു പോകാൻ ദുൽഹിജ്ജ നമ്മോട് വിട പറഞ്ഞിട്ട് പരിശുദ്ധമായ മുഹറമിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചാൽ അതാ നമ്മുടെ ആയുസ് ഒരു വൃക്ഷത്തിൽ നിന്ന് ഇല ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നത് പോലെ നമ്മുടെ ആയുസ് ഇങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുകയാണ് ഒരു മുഹറം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഒരു
1445 നമ്മൾ ഇവിടെ പറഞ്ഞ് 46 നമ്മൾ കടക്കുമ്പോൾ, അല്ലെങ്കിൽ 2023 24 കടക്കുമ്പോൾ, 24 കഴിഞ്ഞ് 25 നമ്മൾ കടക്കുമ്പോൾ, ഓരോ വിശ്വാസ ഹൃദയത്തിന്റെ ഉള്ളിലകത്തും വേണ്ടത് പടച്ചു തമ്പുരാനെ അല്ലാഹുവേ എന്റെ ജീവിതത്തിൽ ഒരു ആയുസ്സിതാ കുറഞ്ഞു പോവുകയാണ് എന്നാണല്ലോ. പടച്ച റബ്ബേ, ഇതാണ് നമ്മുടെ മനസ്സിനകത്തുള്ള ഹൃദയത്തിനകത്തുള്ള ചിന്ത വരേണ്ടതോ. ഓരോ വിശ്വാസിയും മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ്. അല്ലാതെ 2024 കഴിഞ്ഞ് 24 കടക്കുമ്പോൾ, അല്ലെങ്കിൽ 1445 കഴിഞ്ഞിട്ടോ 46 കടക്കുമ്പോ പടച്ച റബ്ബേ ഇതൊരു വർഷത്തിന്റെ അവസാന കാലഘട്ടമാണ്, ഒരു അവസാന വർഷമാണല്ലോ, ഒരു പുതുവത്സരത്തിലേക്ക് നമ്മൾ കടക്കുകയാണല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ കേക്ക് മുറിക്കുന്ന ആളുകളുണ്ടോ, നമ്മൾ ആഘോഷങ്ങൾ പങ്കിടുന്ന ആളുകളുണ്ടോ, കൂക്കി വിളിച്ചിട്ട് അട്ടഹസിക്കുന്ന പടക്കം പൊട്ടിക്കുന്ന എത്രയോ ആളുകളുണ്ടല്ലോ. നമ്മളൊന്ന് മനസ്സിലാക്കിക്കോ, നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ ബർത്ത്ഡേ വരുമ്പോ, ഉമ്മാന്റെ ബർത്ത്ഡേ വരുമ്പോ, പാപ്പാന്റെ ബർത്ത്ഡേ വരുമ്പോ, പടച്ചുറപ്പി അതിനകത്തൊക്കെ നമ്മൾ കേക്ക് മുറിച്ചിട്ട് നമ്മൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഒരു വർഷം നമ്മളിൽ നിന്ന് വിട പറയുകയാണല്ലോ. പടച്ചുറപ്പേ 300 ചില്ലാനും ദിവസങ്ങൾ കടന്നു പോവുകയാണ്, ആയുസ് നമ്മിൽ നിന്ന് കുറഞ്ഞു വരികയാണല്ലോ. മലക്കുൽ മൗത്ത് ഇസ്രായേലിനെ കണ്ടുമുട്ടാൻ നമ്മുടെ ശരീരം ഇങ്ങനെ വല്ലാതെ അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മുടെ ജീവിതം അതിലേക്ക് കടന്നു പോവുകയാണല്ലോ എന്നുള്ള ഓർമ്മ നമുക്കില്ല. ആ ഒരു ചിന്തയാണ് ഉമ്മ നമ്മുടെ ഹൃദയത്തിനകത്ത് വേണ്ടത്. ആ ഒരു ബോധമാണ് നമ്മുടെ ജീവിതത്തിനകത്തേക്ക് കൊണ്ടുവരേണ്ടത്. അല്ലാഹുവേ, മഹാനായ സയ്യിദ് ബിൻ സന്ദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം നമുക്ക് അറിയുമല്ലോ. ഹൃദയത്തിനകത്ത് പടച്ചു തമ്പുരാനെ ഏറ്റവും കൂടുതൽ സൂക്ഷിച്ചുകൊണ്ട് അല്ലാഹനെ വല്ലാതെ ഇഷ്ടപ്പെട്ടുകൊണ്ട് നടന്ന മഹാനാണ് സയ്യിദ് ബിൻ സന്ദർ റളിയല്ലാഹു തആല അൻഹു. പടച്ച റബ്ബേ, മഹാനായ സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിൽ 60 വർഷങ്ങൾ പിന്നിടുകയാ. പടച്ച റബ്ബേ, തന്റെ നാട്ടുകാരും തന്റെ കൂട്ടുകാരും തന്റെ കൂടപ്പിറപ്പുകളും തന്റെ ശിഷ്യന്മാരെല്ലാവരും മഹാന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണല്ലോ. എന്തിനാ കടന്നു വരുന്നതെന്നറിയോ? എന്തിനാ കടന്നു വരുന്നതെന്നറിയോ? ആ കാലഘട്ടത്തിലോ ഏറ്റവും വലിയ വാല്യമായിരുന്ന മഹാനവറുകളോ അല്ലാഹനെ പേടിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന മഹാനാണല്ലോ. മഹാന്റെ ജീവിതത്തിലെ ഏറ്റവും പുതിയ ഒരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് വിചാരിച്ചുകൊണ്ട് മഹാനെ സന്ദർശിക്കാൻ വേണ്ടി കടന്നു വരുമ്പോ പടച്ച റബ്ബേ, മഹാനായ സയ്യിദ് ബിൻ സന്ദർ റളിയല്ലാഹു തആല അൻഹു ഇരുന്ന് കൊണ്ട് അവിടെ നിന്ന് വല്ലാതെ പൊട്ടിക്കരയുകയാണ്. ഒരു കൊച്ചുകുട്ടിയെ പോലെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കണ്ണുനീരൊഴുകുകയാണ്. അല്ലാഹുവേ, തന്റെ മുമ്പിലേക്ക് കടന്നു വന്ന ശിഷ്യന്മാര് ചോദിക്കുകയാണ്, എന്തിനാ തങ്ങളെ കരയുന്നത്? എന്തിനാ കരയുന്നത്? ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ദിവസമാണല്ലോ, ഒരു പുതിയ വർഷത്തിലേക്ക് നിങ്ങൾ കടന്നിരിക്കുകയാണല്ലോ. പടച്ച റബ്ബേ, നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു തആല 60 വർഷം ദുനിയാവിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് അവസരം തന്നിരിക്കുകയാ. പിന്നെ കരയേണ്ട കാര്യം എന്തെന്ന് ചോദിക്കുമ്പോ മഹാനായ സയ്യിദ് ബിൻ സന്ദർ റളിയല്ലാഹു തആല അൻഹു അതാവിടെ നിന്ന് പറയുകയാ, എന്റെ ജീവിതത്തിലോ ഇന്നിതാ പുതിയൊരു വർഷത്തിലേക്ക് കടക്കുകയാണ്. ദുനിയാവിൽ 60 വർഷം ഞാൻ ജീവിച്ചിട്ടുണ്ട്. ഈ 60 വർഷത്തിന് വേണ്ടി പടച്ച തമ്പുരാനോട് ഒരു തെറ്റ് ചെയ്തിട്ട് ആ തെറ്റിന് ഞാൻ മറുപടി പറയാൻ നിന്നാൽ
ഏകദേശം 21,600 വരുന്ന തെറ്റിന് ഞാൻ പടച്ചു തമ്പുരാനോട് മറുപടി പറയണല്ലോ, അള്ളാനോട് ഞാൻ ഹിസാബിനെ പറയണല്ലോ. അങ്ങനെ എത്രയോ തെറ്റുകൾ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നുണ്ട്, ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നുണ്ട്, നമ്മുടെ മുമ്പിലൂടെ കടന്നു വന്നിട്ട് നമ്മൾ ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ട് നമ്മൾ ഒരാളും തന്നെ അറിയുന്നില്ലല്ലോ. ഇതാണ് മഹാനായ സെയ്ദ് ബിൻ സന്ദ തങ്ങൾ പഠിപ്പിക്കുന്നത്. അതാണ് ഉമ്മ ജീവിതത്തിലെ ഏറ്റവും വലിയ സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ, അതാണ് ജീവിതത്തിലെ ആനന്ദം എന്ന് പറഞ്ഞാൽ. അതാ ഒരു വർഷം കടന്നു വരുമ്പോൾ അല്ലാഹുവേ ബർത്ത്ഡേക്ക് വേണ്ടി കേക്ക് മുറിച്ചിട്ട് ആഘോഷിക്കുമ്പോ കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളെ കുറിച്ച് നമ്മൾ ഒരാളും തന്നെ ചിന്തിക്കുന്നില്ല. കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളെ കുറിച്ച് ഒരാളും തന്നെ പടച്ചുറപ്പേ അവിടെ നിന്ന് വിലയിരുത്തുന്നില്ല. ആ കഴിഞ്ഞു പോയ ഓരോ ദിനങ്ങളും ചെയ്തു കൂട്ടിയ തെറ്റുകളുണ്ടല്ലോ, ആ തെറ്റുകളെ പാതിരാ സമയത്തിന്റെ നിശബ്ദതയിൽ എണീറ്റുകൊണ്ട് അല്ലാഹുവേ നമ്മുടെ നാക്ക് കൊണ്ട് പറഞ്ഞിട്ടോ നമ്മുടെ ഹൃദയം കൊണ്ട് ചിന്തിച്ചിട്ടോ അല്ലാഹനെ കുറിച്ചുള്ള ബോധം ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നിട്ടോ അല്ലാഹുവിന്റെ മുൻപിൽ നമ്മൾ പൊട്ടിക്കരഞ്ഞിട്ട് ദുആ ചെയ്യാൻ നമ്മൾ മനസ്സ് കാണിക്കണം ബാപ്പാ, നമ്മൾ മനസ്സ് കാണിക്കണമല്ലോ ഉമ്മ. അല്ലാഹുവേ അതിന്റെ ആകണം ഉമ്മ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അതിനാകണം നമ്മുടെ ഓരോ സമയങ്ങളും നമ്മൾ മാറ്റിവെക്കേണ്ടത്. അതുകൊണ്ട് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം കഴിഞ്ഞിട്ടോ ഇതാ പുതിയ മുഹറമിലേക്ക് നമ്മൾ കടക്കുകയാണ്. മറക്കല്ല ഉമ്മ, കഴിഞ്ഞു പോയ വർഷത്തിലെ ഓരോ പാപങ്ങളും ഏറ്റു പറഞ്ഞിട്ടോ ഇന്നത്തെ രാത്രി നമ്മൾ ദുആ ചെയ്തോ. ഇന്നത്തെ രാത്രി വളരെയധികം ദുആക്ക് ഇജാബത്തുള്ള രാത്രിയാണ്. ഇന്നത്തെ രാത്രിക്ക് ഉത്തരമുണ്ട്. നമ്മൾ പടച്ച തമ്പുരാനോട് എന്ത് തന്നെ ചോദിച്ചാലും അല്ലാഹു തആല പടച്ചറബ്ബേ തരാൻ വേണ്ടി കാത്തിരിക്കുന്ന രാത്രിയാണ് ഒരു വർഷത്തിന്റെ തുടക്കമെന്നോ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കാം. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മിൽ നിന്നൊരായുസ് കടന്നു പോവുകയാണ് എന്നുള്ളൊരു ബോധം ഈ പറയുന്ന എനിക്ക് വേണം, എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് വേണം. അല്ലാഹു ബോധം തരട്ടെ, അല്ലാഹു ബോധം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, എന്റെ പ്രിയമുള്ളവരെ, അവിടെ എപ്പോഴും പറയുമായിരുന്നു, നമ്മൾ സ്വന്തം ഒന്ന് വിചാരണ ചെയ്യണം. ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഹൃദയത്തോട്ട് ചേർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. അതാ വിടന്ന് പറയുകയാ, ഹസിബൂ അൻഫുസകും ഖബ്ല അൻ തുഹാസബൂ. നിങ്ങളെ പടച്ചു തമ്പുരാനെ വിചാരണ ചെയ്യുന്ന ദിവസമുണ്ടല്ലോ, ആ വിചാരണ ചെയ്യുന്നതിന്റെ മുമ്പ് നിങ്ങളെ ഒന്ന് സ്വയം നിങ്ങളൊന്ന് വിചാരണ ചെയ്യണേ. നിങ്ങൾ കണ്ടതും നിങ്ങൾ ചെയ്തു കൂട്ടിയതുമായ തെറ്റുകുറ്റങ്ങളുണ്ടല്ലോ, ആ തെറ്റുകുറ്റങ്ങളെയെല്ലാം തന്റെ ഹൃദയത്തിലേക്കൊന്ന് കൊണ്ടുവന്ന് തന്റെ നാക്ക് കൊണ്ട് പറഞ്ഞിട്ട് അള്ളാന്റെ മുമ്പിലൊന്ന് പാതിരാ സമയത്തിന്റെ നിശബ്ദതയിൽ ഇരുന്നിട്ടോ എന്നവിടെ നിന്ന് ദുആ ചെയ്യണേ. പാപങ്ങൾ ഏറ്റുപറയണേ, നിങ്ങൾ തൗബ ചെയ്യണേ എന്ന് മഹാനവറുകൾ പറയുക. തീർന്നില്ല, വീണ്ടും അവിടുന്ന് പറയുന്നുണ്ട്, വസിനുഹാ അൻതുസനൂ. നിങ്ങളെ ത്രാസിൽ നിങ്ങളുടെ നന്മയും മീസാൻ എന്ന് പറയുന്ന ത്രാസ് ഉണ്ടല്ലോ, ആ ത്രാസിൽ നിങ്ങളുടെ നന്മ തിന്മകൾ തൂക്കുന്നതിന്റെ മുമ്പ് നിങ്ങൾ സ്വന്തമൊന്ന് നിങ്ങൾ ചെയ്തു കൂട്ടിയ നന്മകളും തിന്മകളും നിങ്ങളൊന്ന് വിലയിരുത്തണയെന്നോ. അതാവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയായ പടച്ചുറബേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. അവിടെ നിന്ന് എപ്പോഴും പറയുകയാണല്ലോ, അല്ലാഹ് മഹാനായ
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരുപാട് തെറ്റിന്റെ വഴികളിലൂടെ കടന്നു പോയവരാ, ഒരുപാട് തെറ്റുകൾ കണ്ടവരാ, ഒരുപാട് തെറ്റുകൾ ചെയ്തവരാ, ഒരുപാട് തെറ്റുകൾ ചിന്തിച്ചവരാ. പക്ഷേ പടച്ച തമ്പുരാൻ അവസാന സമയത്ത് ഹൃദയാന്തരത്തിൽ ഈമാനിന്റെ ഏറ്റവും വലിയ നീരുറവ ഹൃദയത്തിൽ പൊട്ടിച്ചു കൊടുത്ത മഹാനായല്ലോ. അല്ലാഹുവിന്റെ മുമ്പിൽ തൗബ ചെയ്തിട്ടോ ഇനി ഒരിക്കലും തന്നെ ഞാൻ പടച്ച റബ്ബേ ആ തെറ്റുകളിലേക്ക് പോകില്ലെന്ന് തന്റെ ഹൃദയം കൊണ്ട് പറഞ്ഞിട്ടോ, തന്റെ നാക്ക് കൊണ്ട് പറഞ്ഞിട്ടോ, ഹൃദയത്തിനകത്ത് ആണയിട്ടിട്ടോ പടച്ച റബ്ബേ ചേർത്ത് വെച്ചപ്പോ അല്ലാ 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 അല്ലാഹു ഏറ്റവും കൂടുതൽ ഉന്നതിയിലേക്ക് അല്ലാഹു തആല കൊണ്ടുപോയല്ലോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ വേണ്ടിയിട്ട് കടന്നു വന്നവരാ. അല്ലാഹുവിന്റെ റസൂലിനെ വധിക്കാൻ വേണ്ടിയിട്ട് ഊരിപ്പിടിച്ച വാളുമായിട്ടോ അല്ലാഹുവേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നിട്ടുണ്ടല്ലോ. പടച്ച റബ്ബേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പടച്ച റബ്ബേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹുവേ മുമ്പിലേക്ക് കടന്നു വന്നിട്ടോ വാളൂരി പിടിച്ചിട്ടോ അല്ലാഹുവേ ഇസ്ലാമിലേക്ക് കടന്നു വന്ന മഹാനാണ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ആ ഉമർ തങ്ങളെയാണ് ഉമ്മ നമ്മൾ കാണേണ്ടത്. ആ ഉമർ തങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്നിട്ട് നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് ചെയ്തു കൂട്ടിയ തെറ്റുകളെല്ലാം വാരി വെച്ചിട്ടോ, പറഞ്ഞു കൂട്ടിയ തെറ്റുകളെല്ലാം വാരി വെച്ചിട്ടോ പടച്ച റബ്ബിന്റെ മുമ്പിൽ നമ്മൾ തൗബ ചെയ്താ അല്ലാഹ് നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു തരുമല്ലോ. അല്ലാഹ് നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു തരുമല്ലോ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാ. ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഉമ്മ സൂറത്തുൽ അശ്ർ എന്ന് എടുത്തു നോക്ക്. അതിലെ 18ാമത്തെ ആയത്ത് നമ്മളെന്ന് എടുത്തു കഴിഞ്ഞാ ആ പരിശുദ്ധമായ സൂറത്തിലൊരു ആയത്ത് നമുക്ക് കാണാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാ, ഏ സത്യവിശ്വാസികളെ, ഏ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണേ, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണേ. എന്നിട്ട് അവിടുന്ന് വീണ്ടും അവിടുന്ന് അല്ലാഹ് പറയുകയാണ്, വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. ഓരോ ആളും നോക്കട്ടെ, ഓരോ ആളും അവിടുന്ന് അറിയട്ടെ, ഞാൻ നാളേക്ക് എന്താണ് മുൻകൂട്ടി ചെയ്തു വെച്ചിട്ടുള്ളത്. എനിക്ക് മരണം വരുമല്ലോ, എനിക്ക് ഖബർ വരുമല്ലോ, എനിക്ക് സിറാത്ത് വരുമല്ലോ, എനിക്ക് ഹിസാബ് വരുമല്ലോ, പടച്ച റബ്ബേ മഹ്ശർ വരുമല്ലോ. ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ എനിക്ക് വരാനുണ്ടോ? അവിടേക്ക് ഞാൻ എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് സ്വന്തം നഫ്സിനോട്, സ്വന്തം ശരീരത്തോടൊന്ന് ചോദിക്കട്ടെ. നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണേ. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. തീർച്ചയായും അല്ലാഹു ഉണ്ടല്ലോ, നിങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും, നിങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ആ കാര്യങ്ങളെ കുറിച്ചെല്ലാം സൂക്ഷ്മമായിട്ട് അറിയുന്നവനാ എന്നവിടുന്നതാ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുകയാ. എന്റെ ഉമ്മ ഒന്ന് ചിന്തിച്ചു നോക്കുക. നമുക്ക് നാളേക്കുള്ള ജീവിതത്തെ കുറിച്ചിട്ടോ, നാളേക്കുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടോ ഈ പറയുന്ന ഞാനും നിങ്ങളും എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടോ? എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടോ?
ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ എന്തെങ്കിലും കരുതിയിട്ടുണ്ടോ, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മുടെ ഹൃദയത്തോട് നമ്മുടെ ശരീരത്തോട് സ്വന്തം ഒന്ന് ചോദിക്കണേ. എന്നിട്ട് വേണം മറ്റുള്ളവരുടെ കുറ്റം നമ്മൾ പറയാൻ, എന്നിട്ട് വേണം മറ്റുള്ളവരുടെ കുറവുകൾ നമ്മൾ പറയാൻ, എന്നിട്ട് വേണം മറ്റുള്ളവരുടെ അഭിമാനത്തിന് നമ്മൾ കൈകടത്താൻ. അല്ലാഹുവേ ഞങ്ങളെ നാക്കിക്കൊണ്ട് ഗീബത്ത് പറയിപ്പിക്കല്ല അല്ലാഹ്, നമീമത്ത് പറയിപ്പിക്കല്ല അല്ലാഹ്, കളവ് പറയിപ്പിക്കല്ല അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിശുദ്ധമായ ഖുർആനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്താൻ നമ്മോട് ചോദിക്കാണ്, പടച്ച റബ്ബേ നിങ്ങൾ നാളേക്ക് വേണ്ടിയിട്ട് എന്താണ് നിങ്ങൾ കരുതി വെച്ചിട്ടുള്ളത്? നാളേക്ക് വേണ്ടിയിട്ട് എന്താണ് നിങ്ങൾ കരുതി വെച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ?